ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. എന്തായാലും സാഗറിനോട് സുജി ചോദിക്കുന്നുണ്ട്, സാഗർ എനിക്കൊരു കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു ആൻസർ തരണമെന്ന് പറയുമ്പോഴത്തേനും കൃഷിൻ്റെയും അതുപോലെ തന്നെ കൺമണിയുടെ കാര്യത്തെക്കുറിച്ചാണോ സുജി ചോദിക്കുന്നത്? എനിക്ക് അവരുടെ കാര്യമല്ല, മാനസയുടെയും കൃഷിൻ്റെ കാര്യത്തിലൊരു തീരുമാനം, അതാണ് എനിക്ക് അറിയേണ്ടത്. അത് സത്യസന്ധമായിട്ട് സാഗറിൻ്റെ മനസ്സിൽ നിന്ന് വരണതായിരിക്കണമെന്ന് പറയുന്നു. അങ്ങനെ സാഗർ പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും കൃഷിയും കൺമണിയും ഒന്നാവണം. മാനസയെ പറഞ്ഞ് മനസ്സിലാക്കാനുണ്ട്. മാത്രമല്ല അവൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ മോന് അവളെ വിവാഹം കഴിച്ചാൽ ഒരു സ്വസ്ഥതയും സമാധാനവും കിട്ടില്ല സുജു എന്നൊക്കെ പറഞ്ഞ് സുജുവിനെ മനസ്സിലാക്കിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാത്രി തന്നെ കൃഷും കൺമണിയും അതുപോലെ കൃപയും വരുന്നുണ്ട് കേട്ടോ. കൃപ കൺമണിയെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്നു. ഒരു നൈറ്റ് ഡ്രൈവിന് പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അങ്ങനെ ഗോകുൽ പറയുന്നുണ്ട്, അപ്പോൾ ഇതാ വന്നിരിക്കുന്നു കൃഷും അതുപോലെ തന്നെ കൃപാൻറ്റിയും വന്നിരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഓടി വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ അവിടെ അമ്മായിമാരും അച്ഛനും ഗോകുലും എല്ലാവരും കൂടി സംസാരിക്കുന്നുണ്ട്. എന്തായാലും ഉടനെ തന്നെ കൃഷിൻ്റെയും കൺമണിയുടെയും വിവാഹം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പല്ലേ മോളെ എന്നൊക്കെ കൃപയോട് ചോദിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവും അതൊക്കെ എന്ന് പറയുന്നുണ്ട്. എന്ന് ഞങ്ങൾക്ക് സന്തോഷമാണ്. എന്തായാലും കൺമണിയെ കുറച്ച് സമയത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോകുകയാണെന്ന് പറയുന്നു. അതിനെന്താ, എന്തായാലും ലൈസൻസ് ആയില്ലേ, കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുന്നു. അങ്ങനെ കൊണ്ടുപോകാൻ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ധനലക്ഷ്മിക്ക് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. അതിന് ശേഷം തന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ നന്നായിട്ട് ആഘോഷിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ കൃപ പറയുന്നുണ്ട്, എന്തിനെത്രയും വൈകിച്ചത്, അതിൻ്റെ ആവശ്യം എന്താണ്, അമ്മ എന്തുകൊണ്ട് അങ്ങനെ തിരിയാൻ കാരണം എന്ന് പറയുന്നു. അമ്മയെ തിരിയിപ്പിച്ചത് നമ്മുടെ ആൻറ്റി തന്നെയാണ്. എന്തായാലും അമ്മ ഒരു പാവല്ലേ, നമ്മളുടെ ഇഷ്ടങ്ങൾക്ക് തന്നെ അമ്മ എപ്പോഴും കൂട്ടി നിന്നിട്ടുള്ളൂ എന്നൊക്കെ കൃഷി പറയുന്നുണ്ട്. എന്തായാലും കല്യാണം ഉടനെ തന്നെ ഉണ്ടാവുമല്ലോ, എല്ലാം തെളിയാനായിട്ട് പോവുകയാണെന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നു കേട്ടോ. പിന്നെ കൃപ അങ്ങോട്ട് മാറിക്കൊടുക്കുന്നുണ്ട്. കൃഷ്ണൻ കൺമണിയായിട്ടുള്ള കുറച്ച് റൊമാൻറ്റിക് രംഗങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ട് ആ ബ്രഹ്മ കഴിയുന്ന എപ്പിസോഡ് വിശേഷമായിട്ട് കാണാം കേട്ടോ.